ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. കുറേ കസ്റ്റമർ പറയുന്ന ഒരു കമൻറ്റാണ്, ഇത്ത 28 വയസ്സായിട്ടുള്ളൂ, പക്ഷേ ഇത്ത എന്നെ ഒന്ന് കാണണം. എല്ലാവരും ചോദിക്കും എത്ര മക്കളുണ്ട്, 40 വയസ്സായോ എന്ന്. ഇത്ത എൻ്റെ തടി കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട്, അതായത് പ്രായത്തിനേക്കാൾ കൂടുതൽ പ്രായം തോന്നിക്കുന്ന ആളുകൾ, അത് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പ്രായം തോന്നിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ എളുപ്പം 2 കാര്യം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. 2 കാര്യം എനിക്ക് ഉൾപ്പെടുത്താൻ കഴിയുമോ? ഓക്കെ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ കഴിയുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്തുകൊണ്ടാണ് നമുക്ക് പ്രായം തോന്നിക്കുന്നതിൻ്റെ ഫസ്റ്റ് കണ്ടന്റ് എന്താണ്? നമ്മളുടെ സ്കിന്നാണ് അല്ലേ? ഈ സ്കിന്ന് ചിലർക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ചുളിവുകൾ ഉണ്ടാവും, ചിലർക്ക് ഫേസിൽ നിറച്ച് മെലാസ്മ കരിമംഗലം ഉണ്ടാകും, ചിലരുടെ ഫേസ് തന്നെ കാണുമ്പം അതായത് ഹൈഡ്രേറ്റഡ് ആയിരിക്കില്ല. മെയിൻ റീസൺ ഹൈഡ്രേറ്റഡ് ആയിട്ടല്ലാതെ നിൽക്കുമ്പം നിങ്ങളുടെ ഫേസിന് നിങ്ങൾക്ക് ഡ്രൈ ആയ പോലെ ഫീൽ ചെയ്യും. അത് നിങ്ങൾക്ക് പിന്നെ ചുളിവുകൾ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാറില്ല, ഈ ഓയിലി ഫേസുകാരെക്കാളും ഡ്രൈ ഫേസ് ഉള്ളവർക്കാണ് പെട്ടെന്ന് ചുളിവുകൾ വരിക, അവർക്കാണ് പെട്ടെന്ന് പ്രായം തോന്നിക്കുക. അപ്പം നമ്മളുടെ സ്കിന്നിന് വേണ്ടുന്നതെല്ലാം നമ്മൾ കൊടുക്കണം. പിന്നെ വരുന്നൊരു പ്രശ്നമാണ് നമ്മളുടെ ലൈഫ് സ്റ്റൈല്. ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞായാൽ മതി, ചിലർ കല്യാണം കഴിഞ്ഞ് കുട്ടികളാവുന്നതിൻ്റെ മുന്നേ തന്നെ അവരുടെ ജീവിത രീതി കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. അവർ എന്തിന് സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും അവർ വെള്ളം കുടിക്കുന്നുണ്ടാവില്ല. ജോലിയാണ്, പ്രാരാബ്ദമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതൊന്നും അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്തത്. സോ എനിക്കിവിടെ പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈഫ് സ്റ്റൈല് നിങ്ങൾക്ക് പ്രായം കൂടുതൽ തോന്നിക്കാനുള്ള ഒരു കാരണമാണ്. സോ പിന്നെ വരുന്നൊരു കാരണം നിങ്ങളുടെ തടിയാണ്. ഒബീസിറ്റി ആയിട്ടുള്ള തടി. ഇപ്പോൾ ചില പെൺകുട്ടികൾക്കൊക്കെ 20-21 വയസ്സുണ്ടാവുള്ളൂ, പക്ഷെ അവരുടെ തടി കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊരു 30-35 പ്രായം തോന്നിക്കും. സോ തടി എപ്പോഴും ഒരു ആവറേജ് ആയിട്ട് കൊണ്ട് നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ പറ്റ മെലിഞ്ഞിട്ടും നമ്മളാവാതിരിക്കുക. പറ്റ മെലിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 35 അങ്ങനത്തെ ഒരു വെയിറ്റിലോട്ട് നമ്മൾ ഓരോ ഏജിനനുസരിച്ച് നമ്മളുടെ വെയിറ്റ് കുറേശ്ശെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഹെയർ ലോസ്, നമ്മൾക്ക് ഈ നെറ്റ് ഒരുപാട് അങ്ങ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ലോസ് വരും. നമുക്ക് നെറ്റ് ഇങ്ങനെ, അതായത് ഹെയർ ലോസ് വരുമ്പോഴാണ് നെറ്റ് കയറുക. മുടീൻ്റെ ഉള്ളിൽ കുറയുമ്പോൾ നമുക്ക് ഫേസിൽ അത് ഏജ് തോന്നിക്കും. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഡ്രസ്സിങ് സ്റ്റൈല്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് നമുക്ക് പ്രായം തോന്നിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, തടി കുറയാനും അതുപോലെ തന്നെ തടി കൂട്ടാനും പറ്റും കേട്ടോ. തടി കൂട്ടാനായാലും തടി കുറയാനായാലും നിങ്ങളുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആയി നിൽക്കാൻ, കൂടുതൽ പ്രോട്ടീൻസ് നിങ്ങളുടെ ശരീരത്തിലോട്ട് കിട്ടാൻ, ചുളിവുകൾ വരാതിരിക്കാൻ, കൂടുതലായിട്ട് ഡ്രൈ സ്കിൻ ആവാതെ ഹൈഡ്രേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കാൻ നിങ്ങൾക്ക് വേണ്ടത് നല്ലൊരു ഇൻടേക്കാണ്. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് വേണ്ടത് നല്ല നട്ട്സുകൾ കഴിക്കണം. ബാദാം, കാഷ്യൂ, പിസ്ത, വാൾനട്ട് ഇതെന്നും കഴിക്കണം. അതുപോലെ തന്നെ റാഗി, നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായ ഫേസ് നല്ല പോലെ ഗ്ലോ ആകാൻ തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല സിറിയൽസ്, പിന്നെ നമ്മളുടെ ശരീരത്തിൽ നമുക്ക് കാൽഷ്യം ആയാലും മഗ്നീഷ്യം ആയാലും പല രീതിയിലുള്ള വിറ്റമിൻസ് ആയാലും മറ്റുള്ള എല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ഒരു ദിവസം ഇൻടേക്ക് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇതിനൊക്കെ നമുക്കൊരു ഇൻടേക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരുപാട് ആളുകൾ വേണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ, ബയോട്ടിൻ സപ്ലിമെന്റ്സ് എടുക്കാത്തതായിട്ട് ആളുകൾ വളരെ കുറവാണ്. ഇപ്പം എടുത്തു നോക്കുകയാണെങ്കിൽ വേണ്ടി പറയാം. ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് പോലും അവർ വൺസ് മൂവിയിലോട്ട് വന്നു കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഹെയർ ആയിരിക്കില്ല പിന്നീട് ഉണ്ടാവുക. എൻ്റെ മോനാണ് കേട്ടോ. സ്കിന്ന് സ്റ്റാർട്ടിങ്ങിലുള്ള പോലെ ആയിരിക്കില്ല പിന്നീട് ഉണ്ടാവുക. എല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അവരും ബയോട്ടിൻ ഇൻടേക്ക്, കൊളേജൻ ഇൻടേക്ക് ഒക്കെ അവർ എടുക്കുന്നത് കാരണമാണ് ഇത് വരുന്നത്. ഇത് നമുക്ക് നാച്ചുറലായിട്ടും ചെയ്യാം, നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടും ചെയ്യാവുന്നതാണ്. ഒരുപാട് ബയോട്ടിൻ സപ്ലിമെന്റ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ മാബാസിൻ്റെ ഹെൽത്ത് മിക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നാച്ചുറൽ ഹെൽത്ത് മിക്സ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് നട്ട്സ്, ഇത് നമ്മൾ പറയുന്ന ടൈം എന്ന് പറയുന്നത് 3 to 6 months ആണ്. ഒരു മാസം ഇപ്പോൾ തീരെ ഇൻടേക്കും കാര്യങ്ങളും ശ്രദ്ധിക്കാത്തൊരു വ്യക്തി നമ്മളുടെ ബയോട്ടിൻ പൗഡർ വാങ്ങിച്ച് ഒരു മാസം കഴിക്കുമ്പോൾ അവർക്കൊരു ഉണർവും ഉന്മേഷവും എല്ലാം ഫീൽ ചെയ്യും. പക്ഷെ ശരീരത്തിലോട്ട് അത് അബ്സോർബായി അതൊരു റിസൾട്ടായി കാണിക്കാൻ ഇറ്റ് വിൽ ടേക്ക് 3 months. ഓക്കെ, ഒരു ബോട്ടിൽ നമുക്ക് 600 mg ആണ് വരുന്നത്. ഒരു ബോട്ടിൽ നിങ്ങൾക്ക് ഹാർഡ്ലി 1 month വരെ നിങ്ങൾക്ക് കിട്ടും. അതിൽ തന്നെ നമ്മൾ സ്പൂണും കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, തടി കുറക്കാനും പറ്റും കൂട്ടാനും പറ്റും എന്ന് പറയുന്നത്, കുറയ്ക്കേണ്ട ആവശ്യക്കാരാണ് ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് തടി കുറയും.
അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ രാത്രി ഒരു 7-7:30 സമയമാകുമ്പോൾ 1-2 സ്പൂൺ പൊടി എടുത്തിട്ട് നമ്മൾ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കില്ലേ, വിരകിയത്, അത് നിങ്ങൾ കുറച്ച് ഒരു ചെറിയൊരു ജ്യൂസി ടെക്സ്ചറിൽ നിങ്ങൾ കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് അതൊരു ജ്യൂസ് പാനീയം പോലെ നിങ്ങൾ കുടിക്കുകയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം വയറ് ഫില്ലായിട്ട് നിൽക്കും. ഈ ബദാം, വാൾനട്ട്, നട്ട്സൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല. പിന്നെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് 10 വയസ്സിനുള്ള മുകളിലുള്ള കുട്ടികൾക്കാണ് നമ്മൾ ബയോട്ടിൻ പൗഡർ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. ഞാൻ ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഒരു ഇപ്പം എങ്ങനെ പറയാം, എൻ്റെ അടുത്തുള്ള ലിപ് ബാം ജസ്റ്റ് ഒന്ന് ആക്കിയിട്ടുള്ളൂ കേട്ടോ. ചിലപ്പം ഞാൻ എപ്പോഴും മറ്റേ റെഡ് ലിപ്സ്റ്റിക്കാണ് ഇടുക. അത് പേഴ്സണലി കഴിഞ്ഞ വീഡിയോസിലൊക്കെ കമൻറ്റ് വന്നിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് 10 വയസ്സുള്ള മുകളിലുള്ള കുട്ടികളോട് കഴിക്കാൻ പറയുന്നത് ഡൈജസ്റ്റ് ആവാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. ബിക്കോസ് ഇതിൽ നമ്മൾ എല്ലാം പ്രോട്ടീൻ റിച്ച് ആയിട്ടും അങ്ങനെയൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് ചില അതിന് താഴെയുള്ള കുട്ടികൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് ഡൈജസ്റ്റ് ആവണമെന്നില്ല. ഇനി നിങ്ങൾ വണ്ണം വെക്കാൻ, ഹെൽത്തി ആയിട്ട് വണ്ണം വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ടൊന്ന് വരകിയിട്ട് ഇതിൽ നിങ്ങൾ ഒരു പഴം, 3-4 ഈത്തപ്പഴം, പിന്നെ പാലിലടിച്ച് നിങ്ങൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഫ്റ്റർ ഡിന്നർ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് പ്രോട്ടീൻ ഷേക്ക് പോലെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ എന്താണ് വില, കുറച്ച് കസ്റ്റമർ പറഞ്ഞു എന്തൊരു വിലയാണ് ഇത്താ. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ പോവുക, ബയോട്ടിൻ സപ്ലിമെൻസിൻ്റെ ഒക്കെ വില നോക്കണം. 125-150 mgക്ക് വരെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 700-600 രൂപ വരുന്നുണ്ട്. അപ്പോൾ 600 mg ഞാൻ കൊടുക്കുന്നത് 1260 രൂപയ്ക്കാണ്. ഒന്നുമില്ല, ഇതിലിടുന്നതൊക്കെ അത്രയും എക്സ്പെൻസീവാണ്. അത് മാത്രമല്ല ഇത് ഈ ഒരു രൂപത്തിൽ ബോക്സിലായി വരാൻ അത്യാവശ്യം നല്ലൊരു മെനക്കെട് ഞാൻ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് നമുക്ക് ഈ പ്രൈസ് വരുന്നത്. ഓക്കെ, പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു ഡ്രസ്സിങ്, ഇത് ഒരു ഇൻടേക്ക് എന്ന് പറയുന്നത് ഒരു ഫാക്ടർ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒക്കെ കൂടെ നിങ്ങൾ നല്ല പോലെ വെള്ളം കുടിക്കുക. ശരീരം ഒരുപാടുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരത്തിന് അങ്ങുന്ന പോലെ നല്ല വസ്ത്രധാരണകൾ, എനിക്ക് കല്യാണം കഴിഞ്ഞു, ഒരു കുഞ്ഞുണ്ട്, ഇനി ഞാൻ എന്താ പർദ്ദ മാത്രം ഇട്ടാൽ മതി, ഹിന്ദുസ് ആണെങ്കിൽ ഇനി ഞാൻ ചുരിദാർ മാത്രം മതി, സാരി. നിങ്ങളുടെ ശരീരം ഒത്തുണങ്ങിയ ശരീരമാണെങ്കിൽ ഇഫ് യു ആർ 40 മീൻസ് യു ക്യാൻ ഗോ ഹെഡ് ഫോർ സ്കേർട്ട് ആൻഡ് ടോപ്പ്. നിങ്ങൾക്ക് മിഡിയും കുപ്പായും ഇടണമെങ്കിൽ 40 അല്ല 50 വയസ്സായാലും യു ക്യാൻ ഗോ ഹെഡ്. അത് ഒരിക്കലും ഒരു ഡ്രസ്സിൻ്റെ മേലും അത് ഇടേണ്ട ആളുടെ വയസ്സ് റിട്ടേൺ ചെയ്തിട്ട് ഇല്ല. ഓക്കെ, am I right? സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഏജ് തോന്നിക്കുന്ന വിഷയങ്ങളുണ്ട്. പിന്നെ നമുക്ക് പ്രസവം കഴിഞ്ഞ് മുലയൂട്ടുന്ന സ്ത്രീകൾ ഒക്കെ കഴിഞ്ഞാൽ കുട്ടി 2-3 ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടിയായി കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മളുടെ ഹെയറിലൊക്കെ, ഇപ്പോൾ എനിക്കൊക്കെ മോന് പാല് കുടിക്കുന്നുണ്ട്, ഒരുപാട് ഹെയർ ലോസ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വൺസ് അത് ഞാനിപ്പോൾ കൺട്രോൾ ചെയ്ത് പഴയ രീതിയിലോട്ട് എനിക്ക് ആ ഹെയർ കൊണ്ടുവരണമെങ്കിൽ 1 ഇയർ കൊണ്ട് എനിക്ക് സാധിക്കും. പക്ഷേ ശ്രദ്ധ നമ്മൾ കൊടുക്കണം. നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് എത്ര നിങ്ങളില്ല എന്ന് പറഞ്ഞാലും അത് നമ്മളുടെ അപ്പിയറൻസ് തന്നെയാണ്. സോ അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, സോ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൗൺസിലിങ്ങും സെയിം നമ്പറിൽ തന്നെയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. സോ സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി.